ഇവിടെയാണ് പേര. അതാ തഹസീൽദാർ വന്നു. ഇത് താമസമുള്ള വീടൊന്നല്ലേ? എങ്ങനെ സാർ ഇതിന്റെ ഉള്ളിൽ താമസിക്കും? കഴിഞ്ഞ പ്രളയത്തിന് ക്യാമ്പിൽ പോയതാണ് ഞങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടണ്ടെന്ന് നിങ്ങൾ കരുതണേ? ഇതിപ്പോ നിങ്ങളെ വീടും സ്ഥലം എന്നുള്ളതിന് ഇപ്പൊ എന്താ തെളിവുള്ളത്? ഇതിന്റെ പേര് തന്നെയല്ലേ ഇതിന്റെ ആധാരം ഉള്ളത്. എന്നാ പിന്നെ ആധാരവും നീതിയരച്ച പേപ്പറും എടുക്കേ. എന്താ ഈ സാറ് പറയുന്നത്? അതല്ലേ പ്രളയത്തിൽ പെര അടക്കൊലിച്ചു പോയി എന്ന് പറഞ്ഞത്? അപ്പൊ പെരല്ലേ ഈ നിക്കണത്? ഒരു 4 ഓട് മാറ്റിയാ പോരെ? ഈ മുന്നിൽ കാണുന്ന ഈ ഓടും ഈ ചുമലിന്റെ ഉള്ളൂ. ബാക്കിൽ 4 സെന്റിൽ ഉണ്ടാകുന്ന പെര അടക്കൊലിച്ചു പോയിക്കണു. ഇതിന്റെ ബാക്കിലൊക്കെ പെരകളായിരുന്നു. ഞാൻ വിചാരിച്ചു കളിച്ചണ ഗ്രൗണ്ടാണ്. സാറേ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിന് 2 നില വീടും വെച്ചളാ, ഒരു കാറും വാങ്ങിക്കോ, ബാക്കിയുള്ളത് ബാങ്കിൽ ഇട്ടളാം. ഇതിമൊന്നും കാര്യം നടക്കൂല. 700 കോടി അവിടെ ഇവിടെയുള്ള പ്രവാസികളും നാട്ടുകാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് കിട്ടും. ഇവര് കുറച്ച് നായ്ക്കൾ കാരണം അത് അർഹതപ്പെട്ടവരെ കൈക്ക് എത്തൂല. സാറേ നിങ്ങൾ പോന്നാണ്. എന്റെ വീട് ഇവിടെ അടുത്താണ്. നമുക്കൊരു ചായ പിടിച്ച് പോവാൻ. ഇതാരുടെ വീടാ? ഇത് എന്റെ വീടിന്റെ ഞങ്ങളെ തറവാടാണ്. ഇത് പനിയന് വീട് കയറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ പൊളിച്ചിട്ട് പുതിയ വീട് വെക്കാനുള്ള പരിപാടിയിലാണ്. ഈ വീട് നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധികൾ എഴുതി കൊടുത്താലോ? സാറേ ഇതതിന് ഞങ്ങള് പുതിയ വീട് കയറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ തന്നെ പൊളിച്ചതാണ്. കണക്ക് ഇപ്പൊ ഒരു 20 ലക്ഷം റുപ്യ പൊളിച്ചുവോ? ഇല്ല സാറേ, 20 ഇല്ല, 10 എനിക്കും 10 അനക്കും. ഞാൻ പുതിയ വീടിന്റെ സ്കെച്ചിങ് എടുക്കേ, എന്നിട്ട് ഫുൾ അഡ്രസ്സ് കൊണ്ടു. എനിക്ക് ചുളിവിൽ പുതിയൊരു വീടും പുതിയൊരു ആധാരം. അണക്കും 10 10. നമ്മൾ വിചാരിച്ച എല്ലാവർക്കും സ്ഥലവും കൊടുക്കാം, വീടും കൊടുക്കാം. ഓൽക്കും എൻ്റെ മാതിരി സ്നേഹിക്കാനുള്ള ഒരു മനസ്സും വേണമെന്നുള്ളൂ.